അറിയാം, അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പെടുത്തണം. അത് റസൂൽ പൂക്കുറ്റി ആയിരിക്കാം. റസൂൽ പൂക്കുറ്റിയെ പേടിപ്പെടുത്തണം. കാരണം ഇത് വന്നു കഴിഞ്ഞു, നാട്ടുകാർ ഇനി എന്നെ കെട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ സജിന തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സജന നൂർ, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുറ്റി. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം. അതായത് 2 ദിവസം മുമ്പ് ഈ പറയുന്ന ഫിറോസ് ഖാന്റെ മുൻ ഭാര്യയായിരുന്ന നമ്മുടെ ബിഗ് ബോസ് താരവും കൂടിയായിരുന്ന സജന എന്ത് ചെയ്ത ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് റസൂൽ പൂക്കുറ്റിയുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇടുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലാവുന്നു. അപ്പൊ തന്നെ പെട്ടെന്ന് വന്ന് ഒരു ലൈവ് ഇടുന്നു. ആ ലൈവിനകത്ത് പറയുന്നു, ഞാൻ ഒരാളുമായിട്ട് 4 കൊല്ലം കൊണ്ട് പ്രണയത്തിലാണ് എന്ന ഒരു പ്രസ്താവന നടത്തുന്നു. അതുപോലെ ഞാൻ ഗർഭിണിയാണ് എന്നുകൂടി അതിനകത്ത് പറയുന്നു. ആ ലൈവിനകത്ത്. ആ ലൈവ് ഒന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ 2.5 കൊല്ലം മാത്രമേ ഈ പറയുന്ന ഫിറോസ് ഖാനുമായിട്ട് ഡിവോഴ്സ് ആയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം വരെ പ്രണയത്തിലായിരുന്നു, നമ്മൾ റിലേഷനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുമ്പേ പ്രണയത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ബന്ധം, അതായത് ഈ പറയുന്ന നമ്മുടെ പൊളി ഫിറോസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള അല്ലെങ്കിൽ തകർന്നു പോകാനുള്ള കാരണം റസൂൽ പൂക്കുറ്റി അല്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സംഭവം ആദ്യമായിട്ട് അതിനുശേഷം ഈ പറയുന്ന ആരാണ് നമ്മുടെ ഫിറോസ് ഖാൻ എന്ത് ചെയ്തു, പല ഡയറക്റ്റ് പല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല സ്റ്റോറികൾ ഇവിടുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് റസൂൽ പൂക്കുറ്റിയെ പോയിന്റ് ഔട്ട് ചെയ്തു കൊണ്ട് തന്നെ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ഒരു ശ്രീലംബടനാണ് എന്നുള്ള രീതിയിൽ, ഒരു ഷുഗർ ഡാഡിയാണ് എന്നുള്ള രീതിയിൽ പല പ്രസ്താവനകൾ, അതൊക്കെ നമുക്ക് കൂട്ടി യോജിക്കുമ്പോൾ ഇതൊക്കെ ഈ പുള്ളിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം ഈ പറയുന്ന സജന അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ആ എക്സ്പ്ലനേഷനിൽ അതും വലിയ കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയും. ഇതിൽ കുറച്ച് ക്ലാരിറ്റി വരുന്നുണ്ട്. എനിക്ക് തോന്നിയ കുറച്ച് ക്ലാരിറ്റിയിലാണ്. അതായത് ഞാനിവിടെ വയ്ക്കുന്ന ഈ പോസ്റ്റാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വെളിച്ചത്ത് കൊണ്ടത്. ഇത് ഇട്ടത് നീലക്കുയിൽ എന്റർടൈൻമെന്റ് ആണ്. ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ ഇങ്ങനെയാണ്, റസൂൽ പൂക്കുട്ടിയും സജനയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇപ്പൊ അവിടെ ഇല്ലെന്നാ തോന്നുന്നത്. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം ലൈവിൽ വന്ന് പറയുന്നു, എനിക്കൊരു ലൈവിൽ വന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു സാധനം വിട്ടത്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നീലക്കുയിൽ എന്ന് പറയുന്ന ആ ഒരു മീഡിയ ഈ ഏതാണ്ട് എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് ഒരുവിധം നല്ല ബന്ധമുള്ളവരാണ്. അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന സജനയുടെ ഒരുപാട് റീലുകൾ, ക്ലിപ്പുകളൊക്കെ ഈ പറയുന്ന നീലക്കുയിലിന്റെ പേജിലുണ്ട്. അത് അവർ തമ്മിൽ സ്വാഭാവികമായിട്ട് ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയക്കാരുമായിരിക്കും. അവർ ഈ പോസ്റ്റ് എങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. അവരെങ്ങനെ ഈ പോസ്റ്റ് ഇട്ടു? എന്റെ ബലമായ സംശയം ഇത് കൃത്യമായിട്ട് സജന പറഞ്ഞ് ഇടിയിച്ചതാണ് എന്നുള്ളത്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. അതായത് റസൂൽ പൂക്കുറ്റിക്ക് ഭാര്യയുണ്ട്, 22 വയസ്സായുള്ള ഒരു മകളും 20 വയസ്സുള്ള ഒരു മകനും, അങ്ങനെ 2 പേരുണ്ട്. അവർ ഡിവോഴ്സ്ഡ് അല്ല എന്നാണ് അറിയുന്നത്. അപ്പം ഇത്രയും ആളെപ്പറ്റി നമ്മൾ വിവാഹം കഴിക്കാൻ, അവർ ഡിവോഴ്സ് ആയില്ല എന്നാണ്. അപ്പൊ ഡിവോഴ്സ് ആവാതെ ഒരാളെ കൂടി ഞാൻ വിവാഹം കഴിക്കാൻ പോണ് എന്നുള്ളത് സജനയുടെ കൺസെന്റ് ഇല്ലാതെ, സജനയോട് ഒരു വാക്ക് ചോദിക്കാതെ ഇത്രയും വലിയൊരു ഭൂകം, ഇത്രയും വലിയൊരു ബോംബ് അവൻ പൊട്ടിക്കത്തില്ല. അപ്പൊ ഇത് പൊട്ടിച്ചിട്ടുണ്ട് എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സജന ചെയ്തത് എന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. സജന പറഞ്ഞിട്ട് അവന്മാർ ഇത് ചെയ്തതാണ് എന്നുള്ളത്. അതിന് കാരണം സജനയ്ക്ക് ഇത് പുറത്തറിയണം. ഇത് സംഭവം പുറത്തറിഞ്ഞാലും അവരുമായിട്ട് ഇത്രയും കാലം റിലേഷനാണ്, ഞാൻ ഗർഭിണിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ നിവർത്തിയിൽ പുള്ളി എന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആൾക്കാരെ അറിയാം, അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പെടുത്തണം. അത് റസൂൽ പൂക്കുറ്റി ആയിരിക്കാം. റസൂൽ പൂക്കുറ്റിയെ പേടിപ്പെടുത്തണം. കാരണം ഇത് വന്നു കഴിഞ്ഞു, നാട്ടുകാർ ഇനി എന്നെ കെട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ സജന തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അത് തന്നെയാണ്. അത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ സജന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങൾ കാണാം. ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ്, മറ്റേതാണ് മറിച്ച്, ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ, അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ, ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല. ഇനി
മനസ്സിലായോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സജനയ്ക്ക് ഇത് പുറത്തറിയിക്കണം. അതായത് അവർ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നത്, ഞാൻ സന്തോഷത്തിൽ, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഞാനും റസൂൽ പൂക്കുറ്റിയും തമ്മിൽ റിലേഷനിലാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, അതുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് പ്രശ്നമില്ല. അത് വീണ്ടും എടുത്ത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു റിപ്ലൈ വീഡിയോ ആണ്. അതായത് 3-4 തവണ ഈ പറയുന്ന ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സജിന ശ്രമിക്കുന്നുണ്ട്. അതായത് ഞാനും റസൂൽ പൂക്കുറ്റിയും തമ്മിൽ ഒരു റിലേഷനാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ തുടർച്ചയായിട്ട് പിന്നെ അത് മുഴുവനായിട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് സ്ഥാപിക്കുക, ഇത് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് പറഞ്ഞ ഒരു ത്രട്ടനിങ് ആണ്, അല്ലേ? ഒരു ഭീഷണിയാണ്. കാരണം ഇവർ തമ്മിൽ 4 വർഷത്തെ എൻ്റെ ഒരു ഊഹമാണ്, 4 വർഷത്തെ റിലേഷൻ ഉണ്ടായി കാണാം. അവസാനം പുള്ളി ഈ പറയുന്ന ഈ ഒന്ന് മാത്രമല്ല, പുള്ളിക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്നെ ഇനി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ വന്ന് അലക്കും എന്ന ആദ്യമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. പുള്ളി പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിനക്ക് പോയി ചെയ്യാനുള്ള ചെയ്യടി എന്നുള്ള രീതിയിൽ ഈ പുള്ളി ഈ സജിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ പ്രതികാരം എന്നോണം ഞാൻ ചില്ലറക്കാരിയല്ല, ഞാൻ വിചാരിച്ചാലും പലതും ഇവിടെ സാധിക്കും എന്ന് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീലക്കുയിലിനെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നീലക്കുയിലിനെ കൊണ്ട് ഈ പോസ്റ്റ് ഇടിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വന്ന് ഈ ലൈവിലും വന്ന് പറയുന്നത് എന്താണ്? പ്രശ്നമില്ല, നിങ്ങൾ ഇട്ടുകൊള്ളൂ, ഞാനും ഫിറോസ് ഖാനും തമ്മിൽ പിന്നീട് അടിച്ചു പിരിഞ്ഞത് ഇതുകൊണ്ടല്ല എന്ന് മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാരിത്രത്തിൽ ഒരു ചെറിയൊരു കളങ്കം വരും, അല്ലേ? നിങ്ങളും ഈ പറയുന്ന നമ്മുടെ റസൂൽ പൂക്കുറ്റിയുമായിട്ട് 4 കൊല്ലം മുമ്പ്, ഇത് വേറെ ആരും പറഞ്ഞില്ല, താങ്കൾ തന്നെയാണ് പറഞ്ഞത്, 4 കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ഒളി ഫിറോസിന്റെ കൂടെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം മുതൽ നിങ്ങൾ അന്യപുരുഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുത്തി വെച്ചത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ വായിൽ നിന്ന് തന്നെയാണ് ഇത് വീണത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ട് ആ പുള്ളിക്കിട്ടുള്ള ഒരു കൊട്ടാണ്, പുള്ളിക്കിട്ടൊരു ഒരു ഒരു ത്രട്ടനിങ് ആണ്, ഒരു ഭീഷണിയാണ്. മനസ്സിലായോ? ഇല്ലാന്നുള്ളത് ഞാൻ എൻ്റെ കയ്യിൽ പല തെളിവുകളുമുണ്ട്, ഞാൻ ഓരോന്നായിട്ട് വലിച്ചിറക്കിയിടും, നിങ്ങളെ ഞാൻ നാട്ടിക്കും, നിങ്ങൾ എന്നെ കെട്ടിയേ പറ്റൂ എന്നൊരു തരത്തിലാണ് ഈ ഒരു വീഡിയോ ഇറങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. കാരണം ഇത് തന്നെയാണ് വീണ്ടും അത് തന്നെ പറയുന്നത്. നിങ്ങൾ ആരുമായിട്ട് എന്തെന്നോ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഒരു പെൺകുട്ടി വന്നത് പറയണേ ഞാനും മറ്റൊരുമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നല്ലോ, ഒരു അവിഹിതം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ കാണും എന്നുള്ളതാണ്. സജിനടുത്ത് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. ഇപ്പൊ സജിന എന്ന് പറയും ഞാനും അയാളുമായിട്ട് ബന്ധത്തിലാണ്, ഞാനും അയാളുമായിട്ട് പ്രണയത്തിലാണ്, ഞാനും അയാളുമായിട്ട് റിലേഷൻ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, ഉള്ളത് പറഞ്ഞു. അപ്പൊ ഇത് ഉള്ളതെന്നാണ് താങ്കൾ പറയുന്നത്. ഈ ഉടനീളമുള്ള 4.5 മിനിറ്റുള്ള താങ്കളുടെ റിപ്ലൈ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഇതിനെ ഖണ്ഡിച്ചിട്ടില്ല. ഞാനും ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയുമായിട്ട് റിലേഷനിൽ അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഖണ്ഡിച്ചിട്ടില്ല. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ് എന്ന് മാത്രമല്ല, അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആണ് നിങ്ങൾക്ക് അതാ. പക്ഷെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെയല്ല, ഞാൻ അവരോട്ട് റിലേഷനിലാണ് എന്നുള്ളത്. ഇവിടെ കുട്ടികളുടെ കേസ് പറഞ്ഞു, 2 കുട്ടികളുണ്ട്. അതായത് സജിനയ്ക്കായാലും ഈ പറയുന്ന ഫിറോസ് ഖാനായാലും 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കിത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എഫക്ട് ചെയ്യും, കുട്ടികളാണെങ്കിൽ എഫക്ട് ചെയ്യും. പക്ഷെ ഇവിടെ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിക്കൊരു ഭാര്യയുണ്ട്, അവർക്ക് ചെറിയ കുട്ടികളല്ലെങ്കിൽ അല്ലാതെ 2 കുട്ടികളുണ്ട്. അവർക്കും സമൂഹത്തിൽ ഇറങ്ങി കിടക്കണം. താങ്കൾ ഇങ്ങനെ വന്നിട്ട് ഞാനും അവളോട്ട് റിലേഷനാണ് എന്ന് പറയുമ്പോൾ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും, താങ്കളുടെ ഈ പറച്ചിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയെ കെട്ടണം, പുള്ളി എന്നെ കെട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പലതും കാണിക്കും, അല്ലെങ്കിൽ പലതും ചെയ്യും എന്നുള്ള ഒരു തെറ്റനിങ്ങാണ്, ഒരു ഭീഷണിയാണിത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അവരെന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളതും കൂടി താങ്കൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഒരു കമാന രക്ഷണമില്ലാതെ ഒരു സൈഡിൽ കൂടി ഇരുന്ന് ഫിറോസ് ഖാൻ ഓരോ സ്റ്റോറി ഇടുന്നുണ്ട്, അത് കാണാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പം ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന പുള്ളി ഇവിടെ കിടന്ന് ഭയങ്കര ചിരിയാണ്. പുള്ളി കർമ്മ ഈസ് ലവ് എന്ന് പറഞ്ഞ്, കർമ്മ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് മേലിരിക്കുന്നുണ്ട്. ഒരു വയസ്സായ ഒത്തിരി നല്ല പ്രായമുള്ള ഒരു ഷുഗർ ഡാഡി, അതാണ് അതിന്റെ ഒരു സംഭവം. ഒരു കൊച്ചു പെണ്ണുമായിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവന് നല്ല വയസ്സായി, 56 വയസ്സായി ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അതുമായിട്ട് പണമുള്ളത് കൊണ്ട് ഏതോ മനസ്സിലായോ ആ ഒരു സാധനം ഇട്ടുകൊണ്ടാണ് വളരെ
ഇത് ഇൻഡയറക്റ്റ് ഡയറക്റ്റ് കൊട്ടാണ്. ആർക്ക് ഏത് പൊട്ടലും മനസ്സിലാവുന്ന രീതിയിലുള്ള കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്, പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. അവസാനമുള്ള ആ ഒരു ജീവിതത്തിൽ തന്നെ കർമ്മ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം മനസ്സിലായി. വളരെ കൃത്യമായിട്ടാണ്, ഒരാളുടെ പേര് പോലും പറയാതെ വളരെ കൃത്യമായിട്ട് ഇത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഇത് പറയുന്ന റസൂൽ പൂക്കുറ്റിയെ കുറിച്ച് തന്നെയാണ്. പുള്ളിയൊരു സ്ത്രീ ലംഘടനാണെന്നും സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. കൂട്ടത്തിൽ തൻ്റെ കൂടെ കുറെ കാലം ഭാര്യയായിട്ടിരുന്ന അവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നെ ഇട്ടിട്ട് പോയത്. അപ്പൊ അതിന്റെ അനുഭവം നീയും അനുഭവിക്കണം. കർമ്മ എന്ന് പറഞ്ഞ സത്യമാണ്, അതാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. ഇവിടെ സജന എന്ന് പറയുന്നുണ്ട് എന്റെ ഭർത്താവിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. മന്ദബുദ്ധികൾ എന്നുള്ളത് ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഭർത്താവിന് ഇതിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. താങ്കൾ മറ്റാരുടെയെങ്കിലും പോയി കല്യാണം കഴിക്കുന്നതിലല്ല എന്നുള്ളത്. ഡിവോഴ്സ് താങ്കൾ ആരെ വേണേ കല്യാണം, പക്ഷെ ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ താങ്കൾ എന്റെ മോനെയും അല്ലെങ്കിൽ സ്വന്തം മക്കളെയും ഭർത്താവിനെ കിട്ടിട്ട് പോയത് ഇയാൾക്ക് വേണ്ടിയിട്ടാണ്. ഇയാൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവും എല്ലാ ഭർത്താവും സ്വാഭാവികമായിട്ട് എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം. ആ സന്തോഷമാണ് ഇതിനകത്ത്. മനസ്സിലായോ? സ്വാഭാവികമായിട്ട്. അപ്പൊ മനസ്സിലായോ ഞാൻ എന്താണെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതെന്ന്? ഈ കാണുന്നതെല്ലാം പൊന്നല്ല, ഞാൻ പലവട്ടം പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പം പോയപ്പോ എന്തായി, ചെളിക്കുഴി ചെന്ന് വീണില്ലേ എന്ന് ഇപ്പുറത്തോ ഡിവോഴ്സായ ഭർത്താവിരുന്ന് പറഞ്ഞു ചിരിക്കുമ്പോൾ അങ്ങനെയല്ല. ഞാൻ പോയത് കൃത്യമായിട്ടുള്ള നല്ല അത്രയും മനോഹരമായ സ്ഥലത്ത് തന്നെയാണ്. അത് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനും എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായോ? ഞാൻ വീണത് ചെളിക്കുഴിയിലല്ല, നല്ല അടിപൊളി സ്ഥലത്ത് തന്നെയാണ് ഞാൻ കാല് വെച്ചിട്ടുള്ളത്. അവിടെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇയാളോട് ജീവിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തരാം എന്നുള്ള വെല്ലുവിളിയുമായിട്ടാണ് ഭാര്യ നടക്കുന്നത്. മനസ്സിലാകും? കാര്യം മനസ്സിലാകും. ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം? എന്തായാലും തകർന്നു. ഞാൻ ഈ പുള്ളിയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ പുള്ളിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ എന്ത് ചെയ്തു, അകപ്പെട്ടുകൊണ്ട് ഈ പുള്ളിയെ ഉപേക്ഷിച്ചുകൊണ്ട് പുള്ളിയുടെ കൂട്ടത്ത് പോയി. അവസാനമായപ്പോ പുള്ളി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന BMW ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, സെക്കൻഡ് ആണെങ്കിൽ കൂടി. ഓക്കെ, പുള്ളി ഇപ്പം തന്നെയും തടഞ്ഞുകൊണ്ട് മറ്റാരുടെയെങ്കിലും പോകുമ്പോൾ താൻ തോറ്റുപോകാൻ. ആരുടെ ഏറ്റവും പെട്ടില്ല, ഈ പറയുന്ന മക്കളുടെ മുമ്പിലും ഈ പറയുന്ന ഭർത്താവിന്റെ മുമ്പിലും തോറ്റുകയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലെന്ന് ഭർത്താവ് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറയാൻ ഉത്തരമില്ല. അപ്പോൾ അവിടെ എനിക്ക് ജയിക്കണം, അവിടെ എനിക്ക് എന്ത് ചെയ്യണം, എന്ത് വില കൊടുത്തും എനിക്ക് ജയിക്കണം. അപ്പോൾ ഈ സാധനം അതായത് ഞാൻ ആരെയാണ്, ഏത് പുളിങ്കൊമ്പിനെയാണ് ഞാൻ പിടിച്ചു, ആ പുളിങ്കൊമ്പ് കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, അതിന്റെ വാശിയിൽ ഏതറ്റം വരെ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സജന. ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭർത്താവും ഡിവോഴ്സായ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ആന്തരിക ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതിനകത്ത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി എന്ന് ഭർത്താവും, അങ്ങനെയൊന്നും അല്ല ഞാൻ കാണിച്ചു തരാം എന്ന് ഭാര്യയും. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ പിടിച്ച പുളിങ്കൊമ്പിനെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് തെളിയിക്കാനും അത് സമർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ലൈവ് ഉൾപ്പെടെയുള്ളവ ഈ സജന പുറത്തു വിടുന്നത് എന്നുള്ളത്. എല്ലാം പുള്ളി അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷെ എന്ത് ചർച്ച ചെയ്യാൻ പാടില്ല, നമ്മൾ ഡിവോഴ്സ് ആയത് ഈ ഒരു കാരണം കൊണ്ടാണ് ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചരിത്രത്തിൽ അവിടെ ഒരു കറ വീഴും, അതും പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് നമുക്ക് കൊടുക്കണം. ജയ് ഹിന്ദ്.